ചിങ്കു ആൻഡ് മീയുടെ ഇന്നത്തെ വീഡിയോയിലെ കരിമീൻ പൊള്ളിച്ചതിന്റെ റെസിപ്പിയാണ്. അപ്പൊ കരിമീനൊക്കെ ആകുമ്പോൾ മിക്കവർക്കും പൊള്ളിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ. പക്ഷെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള മസാലയാണ് ട്ടോ അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സാധാരണ ചേർക്കുന്ന മസാലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇതിലേക്ക് വേണ്ട മസാലയും അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളെ 2 കരിമീനാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അതും നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇതിനെ ഒന്ന് വരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന്റെ 2 സൈഡും കുറച്ച് അത്യാവശ്യം ഒന്ന് ആഴത്തിൽ തന്നെ ഒന്ന് വരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എങ്കിലാണ് അതിന്റെ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഈ കരിമീനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അതിനൊരു ചേറുമണം അല്ലെങ്കിൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഇതിനുണ്ടല്ലോ കുറച്ച് വിനെഗറും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു ചെളിമണമൊക്കെ പോയിട്ട് കരിമീനിന് നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും കേട്ടോ. അപ്പം അതേ 2 മീനും നമ്മൾ ഇനി ഇതേപോലെ വരിഞ്ഞ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാല ആദ്യം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടുണ്ടല്ലോ ഒരു പാനിലേക്ക് 1 ടീസ്പൂണേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ മുഴുവൻ മല്ലി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കുരുമുളകാണ്. അതിവിടെ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പൊട്ടുകടല 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറുള്ളി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിന് ഇഞ്ചിയും പിന്നെ അതേ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇപ്പോൾ അതേ ഇതിൽ ഇഞ്ചിയൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ കിടക്കണതുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ അതിലുള്ള ഉള്ളി കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിയ ഉള്ളിയാണ്. അപ്പോൾ അതും ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ആ മസാലയൊന്നും കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്കുണ്ടല്ലോ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളാണ് കേട്ടോ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ വേണം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്കുണ്ടല്ലോ ഇനി ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വാളംപുളി ഇല്ലേ, അതായത് കോൽപ്പുളി. ഈ ഒരു കോൽപ്പുളി ഇത്രയും കഷ്ണം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ ഒരു നീര് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം അതിനായിട്ട് മീനിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഒന്നൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇതിൻ്റെ ആ വരഞ്ഞെടുത്ത ഭാഗങ്ങളില്ലേ അതിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ആ വയറിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ 2 മീനും നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുണ്ടല്ലോ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം എങ്കിലാണ് ആ മസാലയൊക്കെ ആ മീനുമൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടുള്ളൂ. അങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഓരോ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ല പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഭാഗം അത്യാവശ്യത്തിന് നല്ല പോലെ തന്നെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം.
അങ്ങനെ ആ രണ്ട് സൈഡും നല്ല പോലെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് 2 സവോളയും പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ തക്കാളിയുടെ പകുതി മാത്രമാട്ടോ നമുക്ക് വേണ്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പുളിയും അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് പുളി ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ പകുതി എടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയുള്ള മസാല ഉണ്ടല്ലോ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയാണ്. പിന്നെ ഈ സവോള പെട്ടെന്ന് തന്നെ വഴണ്ടി വരാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സവോള നന്നായിട്ട് തന്നെ വഴണ്ടി വരണം. പിന്നെ നമുക്ക് ഇതിനൊന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ ഒരു ആവിയിലിരുന്നിട്ട് അത് നന്നായിട്ട് തന്നെ വഴണ്ടി വരും. അപ്പോൾ നോക്കിയേ, ഇതേപോലെ നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിന് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയില ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടുപ്പത്തൊന്ന് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒന്ന് രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടില്ലേ മസാല ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ മീനും കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ച് മസാലയും കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കെട്ടണം, അതായത് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു നൂല് വെച്ചിട്ടുണ്ടല്ലോ ഇതിനൊന്ന് ടൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയില കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴഞ്ഞാര തന്നെ എടുക്കാം. പക്ഷെ നമ്മൾ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടാത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഇവിടെ നല്ലപോലെ തന്നെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ അടുത്ത വാഴയിലയിലേക്ക് അടുത്തതും കൂടി ചെയ്യാനുണ്ടല്ലോ, 2 മീനില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തതും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മസാലയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ടൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 2 എണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു മീനിൻ്റെ അത് വെച്ച് കൊടുക്കാം. അങ്ങനെ അത് വെച്ചിട്ടുണ്ടല്ലോ അത് തന്നെ നല്ല പോലെ തന്നെ പൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒരു 15 മിനിറ്റോളം ഇതിനെ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിനെ തുറന്നു നോക്കണം. അപ്പോൾ 2 എണ്ണം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ആ മസാലയൊക്കെ അതുപോലെ നല്ലവണ്ണം അങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ, അതേപോലെ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കുണ്ടല്ലോ അതിനെ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു മസാല തയ്യാറാക്കിയെടുത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.